ചായക്ക് ടേസ്റ്റ് ഇല്ലാണ്ടേ അടിച്ചു മോനെ. നോക്കിക്കേ, ഏതാവത് ഹെൽപ്പ് വേണമാ? അവിടുത്തെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് പിന്നെ 3 വർഷം വരെയൊക്കെ കിടന്ന ആൾക്കാരൊക്കെ ഉണ്ട്. എന്നിട്ടാ വാവ കയ്യെത്തോ അവക്ക്? മലയാളം ഒന്നും അറിയില്ല, എത്തണില്ല. അതുകൂടെ കൊടു. അവള് തരണം. അവക്ക് കൊടുക്കണം. സച്ചൻ ട്രാവൽസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ്, ഗുഡ് മോർണിംഗ്. ഞങ്ങളുടെ ഇന്നത്തെ 2ാമത്തെ ദിവസം ആരംഭിക്കുകയാണ്. രാവിലെ 5:40 അപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തുനിന്ന് ഇനി മന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇന്നലെ രാത്രി തങ്ങിയത്. ഇവിടെ ഒരു റൂമിന് 3500 രൂപയാണ്. പിന്നെ ഇവിടെ നിന്ന് തലൈമന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഇന്ന് രാവിലെ പോകാൻ പോകുന്നത്. തലൈമന്നാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ധനുഷ്കോടിയുടെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലം. അപ്പോൾ അവിടെ നിന്നൊരു 30 കിലോമീറ്ററേ ഉള്ളൂ കടൽ. അപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞാൽ ബൈനോക്കുലറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ കാണാമെന്നാണ് പറയണത്. അപ്പോൾ ഇവിടെ നിന്ന് 30 കിലോമീറ്റർ. ഞങ്ങൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് അവിടെ എത്താമെന്നാണ് പ്ലാൻ ചെയ്യണം. കാരണം ഈ കാറ്റിൻ്റെ എതിരെ ചവിട്ടൽ ഭയങ്കര ടാസ്ക്കാണ്, നീങ്ങുള്ള. ഈ സൈക്കിളിൽ ലോഡും ഇതെല്ലാം ഉള്ളതുകൊണ്ടിട്ട് തന്നെ ഒരു 13-15 കിലോമീറ്റർ സ്പീഡിലേ പറ്റുള്ളൂ. അതേ എഫേർട്ട് തന്നെ നമ്മൾ ഒരു കാറ്റില്ലാത്ത ഒരു പ്ലെയിൻ റോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഒരു 35-37 കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുണ്ട്, സെയിം എഫേർട്ടിൽ. അപ്പോൾ അത്രയ്ക്ക് കാറ്റാണ്, ഇങ്ങനെ വിജനമായിട്ട് ഇങ്ങനെ കിടക്കണേ. അപ്പോൾ ഞങ്ങൾ താമസിച്ച സ്ഥലവും അതിൻ്റെ പരിസരവും എല്ലാം കാണി. ഇതൊരു തെങ്ങിൻ തോപ്പ് പോലെ, ഏകദേശം ഈ ലക്ഷദ്വീപ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇതാണ് ഈ വീട് പോലെ. ഇതിലാണ് ഞങ്ങൾ താമസിച്ചത്. 2 റൂമുണ്ട്. ഒന്ന് ഞങ്ങളുടെ ഇത് വേറെ ഇവിടെയുള്ള ഒരു പാർട്ടി, ഒരു മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവ് ഇവിടുന്ന് പാർട്ടിക്ക് വേണ്ടി വന്ന് താമസിക്കണേ. പിന്നെ ഇതാണ് ഇവരുടെ മെയിൻ. ഇവിടെ എല്ലാം ഫില്ലായി. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാവിലെ 5 മണിയായപ്പോൾ തന്നെ അലാമൊക്കെ വെച്ച് എഴുന്നേറ്റ്. അങ്ങനെ ഇതാണ് സ്ഥലം. ഞങ്ങളുടെ തൊട്ടടുത്ത് താമസിക്കുന്ന വന്ന വണ്ടിയാണ്. കണ്ടു കഴിഞ്ഞാൽ ടാക്സി വണ്ടിയാണെന്ന് തോന്നൂലേ നമ്മുടെ അവിടുത്തെ. പക്ഷേ ഇത് പ്രൈവറ്റ് വണ്ടി തന്നെയാണ്. ഇവിടുത്തെ വണ്ടികൾക്കെല്ലാം ബാക്കിൽ യെല്ലോ ബോർഡും ഫ്രണ്ടിൽ വൈറ്റ് ബോർഡുമാണ്. ഇത് ഭയങ്കര പഴക്കമുണ്ട് കേട്ടോ. 96 മോഡൽ എന്നാണ് പറഞ്ഞത്. ഇവിടെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ ഇവരിത് ഉപേക്ഷിക്കില്ല. ഇവിടെ ഇങ്ങനെ പഴയ വണ്ടി ഇങ്ങനെ ഉപയോഗിച്ചുകൊണ്ടേയിരിക്കും. ഈ വണ്ടി ഇപ്പോഴത്തെ മാർക്കറ്റ് വില അവിടെ 42 ലക്ഷം രൂപയുണ്ടെന്നാണ് പറയണം. പിന്നെ ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ കൊണ്ടുവന്ന് ഇടുകയും ചെയ്തു. പിന്നെ അതുപോലെ ഈ പിക്കപ്പ് വാൻ കണ്ടില്ലേ, ഇതിൻ്റെയും ഈ നമ്പർ പ്ലേറ്റും ഇതേപോലെ തന്നെയാണ്. ബാക്കിൽ യെല്ലോയും ഫ്രണ്ടിൽ ബ്ലാക്കുമായിട്ട്. അതെല്ലാ ടാക്സി വണ്ടിക്കും അങ്ങനെ തന്നെയാണ്. ലെനിൻ ചേട്ടനും ശ്യാമ എണീറ്റിട്ടില്ല. ഇങ്ങനെ കുറച്ച് കഴിയട്ടെ എന്നും പറഞ്ഞ് ഇങ്ങനെ കിടക്കണം. ഇന്നലെ നല്ല ടയേർഡായിരുന്നു. 2 പേരും കിടന്ന് നല്ല ഉറക്കമാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ 3ാമത്തെ ദിവസമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ താമസിച്ചത് വീനസ് ബീച്ച് എന്ന് പറഞ്ഞൊരു ലോഡ്ജിലാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങൾ ഇവിടുന്ന് പുറപ്പെടുകയാണ്. നേരെ തലൈമന്നാർ. വഴിയിൽ വെച്ച് പരിചയപ്പെട്ട ഒരാളെടുത്ത് തന്ന വീഡിയോ ആണ് കേട്ടോ. അതാണ് ഇങ്ങനെ കിട്ടിയത്. ഞങ്ങൾ ലോട്ടറി എടുത്ത്, പക്ഷേ എന്തോ 2 എണ്ണത്തിനൊന്നുമില്ല. ഇവിടെയാണ് ലോട്ടറി കട. ഹൗ മച്ച്? 40. 40 രൂപ അടിച്ചിട്ടാ നമുക്ക്. 40 രൂപ അടിച്ചിട്ടാ. ഇവിടുത്തെ ഒരു പോലീസുകാരനായിട്ട് ഇന്ന് സെൽഫി എടുക്കണം. എന്നെ കൂട്ടിയില്ലല്ലോ സെൽഫി എടുക്കാൻ. എടുത്താ? കിട്ടിയാ? എന്നാ മതി. 40 രൂപ. അതെ, 40 രൂപയുടെ ടിക്കറ്റാണ് അത്. ടിക്കറ്റ് ടിക്കറ്റ് വേണ്ട നമുക്ക്. തന്നാ പൈസ ഇല്ല, പൈസ വേണ്ട. ഇതെടുത്തേക്കാല, ടിക്കറ്റ് എടുത്തേക്കാല. ഇംഗ്ലീഷ് ലെറ്റർ. ഓക്കെ താങ്ക് യു. 40 രൂപ അടിച്ചിട്ടാ നമുക്ക്. അപ്പോൾ തലൈമന്നാറേക്ക് നമ്മൾ വെച്ച് പിടിപ്പിക്കണേട്ടാ. ചേട്ടാ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഞങ്ങൾ കഴിച്ച്. ശ്യാമേ ഇങ്ങോട്ട് നോക്ക് ശ്യാമേ. ഹായ്. അങ്ങനെ ഗമ കണ്ടോ? അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിൻ്റെ പവറിൽ ആഞ്ഞ് ചവിട്ടണേണ്. ഇനിയിപ്പോൾ തലൈമന്നാറേക്ക് ഇവിടെ നിന്ന് 27 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞു. പോട്ടെ ലെനിൻ ചേട്ടാ, പോട്ടെ. ഓക്കേ.
തലൈമന്നാർ എത്താനായിട്ടുള്ള ആവേശത്തിൽ എല്ലാവരും ആഞ്ഞ് ചവിടണാണ്. ഇപ്പോൾ പോലീസുകാർ യൂണിഫോമിലായിട്ടാണ് ഞങ്ങളുടെ കൂടെ. നേരത്തെ ഇതിലായിരുന്നു, ഈ സിവിൽ ഡ്രസ്സിലായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരൻ ചോദിച്ചേ എത്ര കിലോമീറ്റർ സ്പീഡ് വരെ ഇതിൽ കയറും എന്നൊക്കെ ചോദിച്ചിട്ടാണ്. അപ്പോൾ അത് കാണിച്ചു കൊടുക്കാൻ വേണ്ടി, ഷ്യാമിൻ്റെ പവർ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഷ്യാം ആഞ്ഞ് ചവിടണാണ്. പുള്ളിക്കാരൻ അതിൻ്റെ ഒപ്പം തന്നെ പോയി. ഞങ്ങളേ ഈ തലൈമന്നാർ പോണ വഴിക്ക് വെള്ളം കുറച്ചെടുത്തുള്ളൂ. അന്നേരം എന്താ പറ്റിയെന്നറിയോ, കടകളൊന്നുമില്ല, രണ്ടുപേരും വെള്ളം തീർന്നു പോയി. അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ വെള്ളം മേടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കയറിയിട്ടുണ്ട് കേട്ടോ. അവിടെ കുഞ്ഞ് വാവയുണ്ട് കേട്ടോ. അവള് വെള്ളം കൊണ്ടുവരണം നോക്കിക്ക്, നോക്കി. ഹായ് പാപ്പാ. അടിപൊളി. വീട്ടിലാണ് അവർ. ആ താങ്ക് യു താ കൊടു. താങ്ക് യു, ടാറ്റാ. പറ്റിയത് അടുത്ത ആൾ വെള്ളമായിട്ട് വരണുണ്ട് കേട്ടോ. അടുത്ത ആൾ വെള്ളമായിട്ട് വരുന്നുണ്ട്. രണ്ടുപേരും വെള്ളം തരാനായിട്ട് ഭയങ്കര ആവേശത്തിലാണ്. പേര് 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 ക്രിസ്റ്റി എന്ന് പറയണ്ട. തിരിയണില്ല പറയണത്. എങ്ങനെയുണ്ട് ചേട്ടാ വെള്ളം? അടുത്ത ബോട്ടിൽ ഞങ്ങൾ 4 ബോട്ടിൽ വെള്ളം തന്നിട്ടാ വാവാ. കയ്യെത്തുമോ വാവക്ക്? മലയാളമൊന്നും അറിയില്ല, എത്തണില്ല. അവൾക്ക് എത്തണില്ല, കൈ എത്തണില്ല. അപ്പോൾ ചേട്ടൻ വന്നിട്ടാ, അവളുടെ ചേട്ടൻ വന്ന് അത് വാങ്ങിച്ച് ഞങ്ങളുടെ കയ്യിലോട്ട് തന്നു. താങ്ക് യു. അതുകൂടെ കൊടു. അവള് തരണം. അവൾക്ക് കൊടുക്കണം. വെരി ഗുഡ് ഗേൾ. താങ്ക് യു, ടാറ്റാ. അപ്പോൾ ഇവർ നമുക്ക് വെള്ളമെല്ലാം തന്നു, ഹാപ്പിയായി റൈഡ് തുടർന്നു കേട്ടാ. പോലീസുകാർ ഞങ്ങൾക്ക് തലൈമന്നാർ വരെ പ്രൊട്ടക്ഷൻ വരെയാണ് കേട്ടോ. ഉണ്ടല്ലേ, എന്തൊരു നല്ല ആൾക്കാരാന്ന് നോക്കിക്ക്. കൂടെ തന്നെ കൂടിയേക്കാണേ, ഭയങ്കര സംഭവം തന്നെ. ഞങ്ങളെ തലൈമന്നാർ എത്തി. അപ്പോൾ ഇവിടെ ഒരു സംഭവം കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിവിടെ ഇറങ്ങിയത് സൈക്കിളിൽ. ശ്യാം അടിച്ച് വിട്ടുപോയി, ഞങ്ങൾ കണ്ടില്ല. വെള്ളം മേടിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ നിർത്തിയല്ല. അപ്പോൾ ശ്യാമിനെ കണ്ടില്ല. അപ്പോൾ നോക്കിക്കേ, ഇങ്ങോട്ട് ഇതുണ്ട, ഇവിടെ വന്ന് ഈ റെയിൽ അവസാനിക്കുന്നതാണ് തലൈമന്നാറിൽ. ഇവിടെ വന്നിട്ട് ഷണ്ടിങ് ചെയ്യണമെന്നാണ് പറയണം. നേരെ ലെഫ്റ്റിലേക്ക് ഒരു റെയിൽ, നമ്മുടെ ഇവിടെ നോക്കുമ്പോൾ റൈറ്റിലേക്ക് ഒരു റെയിൽ കിടക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഷണ്ടിങ് ചെയ്യണ സ്ഥലമാണിത്. അപ്പോൾ ഇതും കൂടി ഒന്ന് കണ്ടിട്ട് നിർത്തി ഇറങ്ങി അങ്ങോട്ട് കണ്ടിട്ട് പോകാൻ തരും അല്ലേ ലെനിൻ ചേട്ടാ? നമ്മുടെ പിന്നെ പോലീസുകാർ പറഞ്ഞല്ല, കുറേ നേരം ഞങ്ങളിങ്ങനെ ഫോളോ ചെയ്ത് അവർ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. അത് ഭയങ്കര ഒരു സന്തോഷമായിപ്പോയി. പിന്നെ ഇവിടെ ഒരു 2 കിലോമീറ്ററും കൂടി ഇനി ഉള്ളു. അപ്പോൾ ശ്യാം എനിക്ക് തോന്നുന്നു അവിടെ എത്തിയെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി അങ്ങോട്ട് പോവാം അല്ലേ? പോവാലോ? ഓക്കെ. ഞങ്ങളിവിടെ വന്നപ്പോൾ 2 പേര് റിപ്പയർ ചെയ്യുന്നുണ്ടോ സൈക്കിള്. അവരുടെ സൈക്കിള് എന്തോ കംപ്ലൈൻ്റ് ആയി. എന്നെ വേല ഉങ്ങൾക്ക് വേല വേലി വേലി കെട്ടുന്ന ആളുകളാണ് കേട്ടോ, ചേട്ടന്മാരാണ്ടത്. അപ്പോൾ അതൊരു നല്ല പ്രായമുണ്ട് ഇവർക്ക്. എന്തായാലും 80 വയസ്സ് ആ റേഞ്ചൊക്കെ ഉണ്ടാവും തോന്നുന്നു. 2 പേരും സൈക്ലിസ്റ്റാണ്. ഈ സൈക്കിളിലാണ് ഇവരിങ്ങനെ പോകണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇവർക്ക് എന്തോ സംഭവിച്ചു. പഞ്ചറാ? ലൂസ് ഏതാവത് ഹെൽപ്പ് വേണമാ? തെരിയും സൈക്കിള്? എங்களுக்கு സൈക്കിൾ റിപ്പയർ തെരിയും. പറവായില്ലേ? ഓക്കെ, താങ്ക് യു. ഇവിടെ കടയുടെ വാതിക്കൽ മയിൽ വന്നിരിക്കണം നോക്കിക്കേ. ഇതൊരു കടയാണ് കേട്ടോ. കടയുടെ വാതിക്കൽ ഒരു പുള്ളിയുടെ അടിയിൽ വന്നിരിക്കണേ. അടുത്ത് ചെല്ലുമ്പോൾ പോയി കളയുവാന്നറിയില്ല. ചേട്ടാ, ചേട്ടാ ഈ സൈക്കിളൊന്ന് പിടിച്ചേ, ഞാനൊന്ന് പോയി നോക്കട്ടെ. പിടിച്ചാ ഓക്കെ, പിടിച്ചോട്ടാ. പോയി നോക്കട്ടെ, ചിലപ്പോൾ പറന്ന് കളയും. വരണം കേട്ടോ. അവൻ പതിയെ നീക്കണേ കേട്ടാ. മുകളിൽ കയറി ഇല്ല, രക്ഷയില്ല പോണേ. ടാറ്റാ. തലൈമന്നാർ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് കേട്ടോ. ലാസ്റ്റ് എൻഡാണിത് റെയിൽവേ സ്റ്റേഷൻ്റെ. അപ്പോൾ നമുക്ക് ട്രെയിന് വരാനിപ്പോൾ ഈ സൈക്കിളിലല്ല, അല്ലാതെ വണ്ടിയിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബസ്സിൽ കയറി അല്ലെങ്കിൽ ടാക്സി വിളിച്ചൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ട്രെയിനിലെല്ലാം ഇവിടെ ഒന്ന് ഇറങ്ങാം. നമുക്ക് എയർപോർട്ടിൽ നിന്ന് അല്ലെങ്കിൽ ട്രെയിൻ പിടിച്ച് തലൈമന്നാറൊക്കെ വന്നിറങ്ങി ഈ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് ഇറങ്ങാം. അതിൻ്റെ ടൈമും കാര്യങ്ങളൊന്നും അറിയില്ല. ചോദിക്കാനായിട്ട് ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ല. ചിലപ്പോൾ ഗൂഗിളിലൊക്കെ കിട്ടുമായിരിക്കും.
അപ്പോൾ അത് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഈ കാണുന്നത്. പിന്നെ ഇവിടെ ശ്രീലങ്കയുടെ നേവൽ ബേസ് ഉണ്ട്, ഉണ്ടോ? നേവൽ ഷിപ്പ് തമന്ന, ശ്രീലങ്ക നേവൽ ഷിപ്പ് തമന്ന. അവരുടെ പഴയ ബോട്ട് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇവിടെയാണെങ്കിലും ഇതുണ്ട്, ശ്രീലങ്കയുടെ നേവിയുടെ ബോട്ടെല്ലാം നമുക്ക് കാണാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നല്ലൊരു സ്റ്റൈൽ സ്ഥലമുണ്ട്. കാരണം ചെറിയ ഈ കനോപ്പി പോലെയുള്ള റോഡ്, കനോപ്പി റോഡ് എന്ന് പറയൂലേ, മുകളിൽ കൂടി ഇങ്ങനെ മരങ്ങളിങ്ങനെ തണൽ തന്ന്. പക്ഷെ ഇപ്പം തണലൊന്നുമില്ല. 28 കിലോമീറ്റർ ആകാൻ പോണു നമ്മുടെ. കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തലൈമന്നാറിൻ്റെ ലാസ്റ്റ് പോയിന്റിൽ എത്തിച്ചേരുന്നതാണ്. അതാ കാണുന്നത് മൊബൈൽ ഫോണിൻ്റെ ഇൻ്റർനെറ്റിൻ്റെ എല്ലാം ടവറാണ് കേട്ടോ. ഞാൻ പറഞ്ഞു തരാം, അതിന് നിങ്ങൾക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ശ്യാം അവിടെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇരിപ്പുണ്ട്. ഞങ്ങളെ വെള്ളം മേടിക്കാനായിട്ട് കുട്ടികളുടെ അടുത്ത് നിന്ന് വെള്ളം മേടിക്കാൻ കയറിയ സമയത്ത് ശ്യാം അറിഞ്ഞില്ല, നേരെ വിട്ട് പോകുന്നു ഇങ്ങോട്ട്. അപ്പം നമ്മൾ ആ എൻഡിലെത്തി. ഏകദേശമല്ല, ആ ദൂരത്ത് കാണുന്ന ഷിപ്പ് ഉണ്ടല്ലേ, ഷിപ്പല്ല ബോട്ട്, നേവിയുടെ ബോട്ടാണ്. അത് ഇഷ്ടംപോലെ ഇവിടെ ഉണ്ട്. നല്ല സ്പീഡിൽ ജെറ്റ് എൻജിനെല്ലാം വെച്ചിട്ട് നല്ല സ്പീഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പായണത് കാണാം. കണ്ടില്ലേ? പണ്ട് 1964 വരെ ഈ എൻഡിൽ നിന്ന് റെയിൽ നമ്മുടെ ധനുഷ്കോടി വരെ ട്രെയിൻ ഓടിയിരുന്നതാണ് കേട്ടോ. അതിനുശേഷം 64 ഒരു കൊടുങ്കാറ്റ് വന്ന് ഈ റെയിൽവേ എല്ലാം നശിച്ചു പോയി. പിന്നീട് കുറേ കാലം ഷിപ്പിലാണ് ഇവിടെ സാധനങ്ങളെല്ലാം ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് ഈ റെയിൽ വരെ കൊണ്ടുവന്നിട്ട് ഇപ്പുറത്തേക്ക് ഇറക്കുമതി ചെയ്തിരുന്നതും ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റുമതി ചെയ്തിരുന്നതും. അങ്ങനെയാണ് പറഞ്ഞു കേട്ടത്. ഈ പടിഞ്ഞാറ് വശത്ത് ഇവിടെ ചെറിയൊരു കടലെടുക്കുകയാണെങ്കിൽ പോലും പക്ഷേ നമുക്ക് ഉദയം കാണാൻ പറ്റും. ദേശം ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നോക്കിക്കേ, ഇവിടെയാണ് സൂര്യൻ. ഞങ്ങളിപ്പോൾ 9 മണി കഴിഞ്ഞ് വന്നപ്പോൾ സൂര്യന് ഇപ്പോൾ ഇവിടെ നിന്ന് കാണാം. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഈ ബംഗാൾ ഉൾക്കടലാണല്ലോ, അത് കഴിഞ്ഞിട്ട് നേരെ ആ ഏരിയയിലാണ് ധനുഷ്കോടി ഉള്ളത്. അപ്പോൾ അസ്തമിക്കണത് മിക്കവാറും നമുക്ക് കാണാൻ പറ്റുമായിരിക്കും. ആ ഭാഗത്തായിരിക്കും അസ്തമിക്കണം. അപ്പോൾ ഉദയവും അസ്തമയവും കാണാമെന്നാണ് ഇവിടെ പറയണത്. ധനുഷ്കോടിയിൽ നിൽക്കുന്നത് പോലെ നമ്മുടെ കന്യാകുമാരിയിലൊക്കെ പോയി നിൽക്കുമല്ലോ, അതേപോലെ തന്നെ അസ്തമയവും കാണാമെന്നാണ് പറയണം. അപ്പോൾ ഈ ലെനിൻ ചേട്ടനും ശ്യാമെല്ലാം ഇവിടെ ഓരോരുത്തരെ വിളിച്ചും വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീട്ടിലെല്ലാം വിളിച്ച് വിശേഷമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലെനിൻ ചേട്ടനെ ഇവിടെ നേവിയുടെ വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. കുടിപ്പതുക്ക് മട്ടുമേ എന്നും പറഞ്ഞു, അതായത് ഡ്രിങ്കിങ് ഓൺലി എന്ന് എഴുതി വെച്ചിരുന്നു. നല്ല സൂപ്പർ വെള്ളമുണ്ട്. നമുക്ക് സാധാരണ കിട്ടുന്നത് കട്ടി വെള്ളമാണ്. ലെനിൻ ചേട്ടാ, എല്ലാത്തിലും നടക്കാം അല്ലേ? ഒരു കുപ്പി വെള്ളം മേടിക്കുമ്പോഴല്ല 100 രൂപ വരും അണ്ടം. ഇപ്പൊ നമുക്ക് ഇതുപോലെ സൗജന്യമായിട്ടൊക്കെ കിട്ടണമെങ്കിൽ ഇപ്പൊ 6 ബോട്ടിൽ നടക്കുന്നുണ്ട്. ഒരു 500 രൂപ. ഇതിപ്പോ 3/4 ലിറ്റർ അല്ലേ? എല്ലാം 1 ലിറ്റർ വീതം വരും. അപ്പൊ 600 രൂപയുടെ സാധനമാണ് ഇരിക്കുന്നത്. ഈ 600 രൂപ വെള്ളം മേടിക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ത്യക്കാരനെ സംബന്ധിച്ച് ഭയങ്കര. ഇത് 600 രൂപ, ഇതിനൊരു വിലയില്ല. അത് വളരെ നല്ലൊരു തീരുമാനമാണ്. നമുക്ക് ഇതുപോലെ പക്ഷെ നല്ല വെള്ളം അല്ലേ? നല്ല വെള്ളം. മറ്റേ സാധാരണ നമുക്ക് ഈ പല സ്ഥലത്തൊന്നും മിലിറ്ററി ബാരക്കിന്നും അതുപോലെ നേവിയുടെ ഇതുപോലുള്ള സൗജന്യ വെള്ളം കൊടുക്കുന്ന സ്ഥലത്തൊക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കാരണം മാത്രമേ നമുക്ക് പിന്നെ തണുത്ത വെള്ളം കിട്ടണമെങ്കിൽ കടയിൽ നിന്ന് തന്നെ കുടിക്കണം കേട്ടോ. തണുത്ത വെള്ളത്തിന്റെ ഒരു ഗുണം എന്താണെന്നറിയോ? ഈ ഒരു ഫ്ലാസ്കിലല്ലേ തണുത്ത വെള്ളം എടുക്കുമ്പോഴത്തേനും അതങ്ങനെ തണുപ്പ് കുറേ നേരം നിൽക്കും. ഇവരിവിടുത്തെ മത്സ്യത്തൊഴിലാളികളാണ് കേട്ടോ. ബോട്ടിൽ നമ്മുടെ ധനുഷ്കോടി വരെയൊക്കെ പോയിട്ട് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ചേട്ടൻ നമ്മുടെ പോലീസ് നേവി പിടിച്ചിട്ട് 45 ദിവസം നമ്മുടെ അവിടുത്തെ ജയിലിൽ കിടന്നിട്ടുണ്ട്. അത് പിന്നെ 3 വർഷം വരെയൊക്കെ കിടന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പേരെന്തെന്നാ പേര്? രവിചന്ദ്രൻ. നിങ്ങ പേര്? ദാസ്. നിങ്ങ പേര്? ദാസൻ. ഇന്ന് വേലയ്ക്ക് പോയിട്ട് വന്നതാ? മീൻ കിടച്ചാ? നിറയെ കിടച്ചാ? ഞണ്ടാ? என்ன மீன் கிடைக்கும்? மீனுக்கு போறல இப்ப ഞണ്ടുக்கு தான் போறோம். நிறைய கிடைக்குமா? செலவு ஓடனா இந்த இங்க 10,000. எவ்வளவு நாள்? ஒரு நாளுக்கு. அப்போ என்ஜின் மண்ணெண்ணெய் கிடைக்குமா இங்கே? பெட்ரோல் எல்லாமே கிடைக்கும். பெட்ரோலுக்கு இங்கே 430 രൂപ தானே? எங்க ஊர்ல 105 രൂപ. 3 மடங்கு கூடுதானே?
எல்லாம் பார்க்க போனா ஒரு 5000 ரூபா மிச்சம் வரும். 5000 ரூபா மிச்சம் வராது. கூலி வளசரிக்கிறாங்களே கூலி, அது இது செலவுகள். ഏതാവത് നല്ല കിട്ടും. താങ്ക് യു. നമ്മുടെ ധനുഷ്കോടിയിൽ നിന്ന് ശ്രീലങ്ക വരെ ഉണ്ടല്ലേ 30 കിലോമീറ്റർ എന്നാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷേ ഇവിടെ 2 മത്സ്യത്തൊഴിലാളികളെ പരിചയപ്പെട്ടു ഇവിടെയുള്ള. അവർ പറഞ്ഞു തരും കറക്റ്റ് എത്ര കിലോമീറ്ററാണ് ഇവിടെയുള്ളതെന്ന്. കേട്ട് നോക്ക്. ധനുഷ്കോടി എത്ര കിലോമീറ്റർ ഇരിക്കും കടല്? കറക്റ്റ് 18. 18. ആ ഇവർ മീൻ പിടിക്കാൻ പോണ ആളുകൾ. അപ്പം നമ്മളുടെ വിചാരം എന്ന് വെച്ചാൽ 30 കിലോമീറ്റർ എന്നാണ് നമ്മളെ പഠിപ്പിച്ചേക്കണത് എല്ലാവരും പറയണത്. പക്ഷേ 18 കിലോമീറ്ററാണ്. ഇവിടുന്ന് ലൈറ്റ് കാണാൻ മുടിയും. എല്ലാം பார்க்க முடியும் இந்தியாவோட. நீங்க பக்கத்து அது சிக்னல் இங்க இருந்து பார்த்தா தெரியும். ஐயா எல்லா இடமும் தெரியாது. அந்த ஒரு கோணத்துக்கு வந்தா தெரியாது. சும்மா இங்க இருந்து தலைமையில பார்த்தா தெரியாது. என்ன கடல் ക്ലിയറാ இருந்தா தான் தெரியும் அந்த. കടല് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അവിടെ ഇന്ത്യയുടെ ഇത് കാണാൻ പറ്റുമെന്ന് പറഞ്ഞല്ലേ. அப்படி இல்ல இப்படின்னு பாத்தீங்கன்னா ஸ்ட்ரைட்டா பார்த்தா தெரியாது. அது கோணத்துல வந்து பார்த்தா தெரியும். அதான் சவுண்ட் பண்ணுங்க. തലൈമന്നാർന്ന് കാണാൻ പറ്റില്ലെന്നാണ് പറയണത്. അപ്പോൾ കാണാൻ പറ്റുന്ന സ്ഥലം കാണാൻ എന്താ ഇടം? പാക്കമുടിന ഇടം ഗ്രാമം. ഗ്രാമം എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് എത്തുമ്പോഴാണ് ഇന്ത്യയിലെ നമ്മുടെ தெரியாது. കടലിൽ പോണവർക്ക് தெரியும், കരയിൽ എന്താ தெரியாது. ഓ അങ്ങനെയാണ്. കടലിലേക്ക് പോണ ആളുകൾക്കാണ് കറക്റ്റ് മനസ്സിലാവും. കൊഞ്ചം ദൂരം പോകണം, 1 കിലോമീറ്റർ 2 കിലോമീറ്റർ കടലിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിട്ട് ഇന്ത്യ കാണാമെന്നാണ് ഇവർ പറയുന്നത്. എല്ലാം தெரியும். കാട് தெரியும். അത് താൻ കേട്ടത്. ഓക്കെ താങ്ക് യു. അതുപോലെ ഞങ്ങളെ പഴം കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചിങ്ങമ്പഴം കഴിക്കായിരുന്നു. അപ്പോൾ 1 കിലോ ഇവിടുത്തെ 200 രൂപ. അത് ലാഭമാണ് എന്തായാലും. ഞങ്ങളോട് ഒരു പഴത്തിന് 50 രൂപ വെച്ചാണ് കഴിഞ്ഞ ദിവസം മേടിച്ചത്. ഇപ്പോൾ 200 രൂപക്ക് 1 കിലോ പഴം കിട്ടി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴത്തേനും ഒരാൾ ഓയിൽ മാറണമായിരുന്നു. അപ്പോൾ ഞാൻ ഓയിലിൻ്റെ വില എത്രയാണെന്ന് ചോദിച്ചപ്പോൾ അവനല്ലേ സെക്കൻഡ് ഹാൻഡ് ഓയിലാണ് ഒഴിക്കുന്നത്, അതായത് മാറ്റിയ ഓയിൽ. നോക്കിക്കഴിഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ ഞാൻ പുതിയ ഓയിലിന് എത്രയാണെന്ന് ചോദിച്ചിട്ടാ. അപ്പോൾ ഈ ഓയിൽ ഇവിടെ 2200 രൂപ 1 ലിറ്ററിന്. അപ്പോൾ അത് കാരണം ഇവർ പൈസ ഇല്ല കൂടുതലായത് കൊണ്ടിട്ടാണെന്ന് തോന്നുന്നു പഴയ ഓയിലാണ് എൻജിനിലേക്ക് ഒഴിക്കണത്. ഉച്ചയ്ക്ക് ഞങ്ങൾക്കൊരു ക്യാൻറ്റീൻ കിട്ടി. നല്ലൊരു ഊണ്, 250 രൂപ ഒരെണ്ണം. അതിൽ ബീറ്റ്റൂട്ടുണ്ട്, പിന്നെ തോരനുണ്ട്, സാമ്പാർ, പപ്പടം, രസം, പിന്നെ ഇത് സൂപ്പർ ഒരു കൊണ്ടാട്ടം മുളക് കേട്ടോ. നമ്മുടെ ഇവിടെ ഇല്ലത്. പരിപ്പ്, പിന്നെ പായസം. എങ്ങനെയുണ്ട് ചേട്ടാ? ലെഞ്ച് ചേട്ടാ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഞങ്ങളേ സൈക്കിൾ ഔട്ട് വന്നപ്പോഴത്തേനും ഞങ്ങൾ ഈ കുളത്തിൽ കുളിക്കാനിറങ്ങാൻ പോയത്. അപ്പോൾ അല്ലേ ഈ റോഡിൻ്റെ മുമ്പിൽ ഈ ഒരു കിളി വന്ന് വീണ്. അങ്ങനെ ലെനിഞ്ചേട്ടൻ അത് കിട്ടി. ഞങ്ങൾ വെള്ളം കൊടുത്തപ്പോൾ ഉണ്ടല്ലോ നല്ല ആർത്തിയോടെ കുടിച്ചിട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നു കേട്ടോ. തുള്ളി എന്ത് കളിയാണ് ഇത് പച്ചല കൊടുക്കുക. നമ്മുടെ അവിടെ രസമല്ലേ കാണാൻ? പറ്റിയിട്ടില്ല, പരിക്ക് പറ്റിയിട്ടില്ല. ഇത് കുഞ്ഞാണെന്നോട്ടാ, ഇത് പറക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. ഇത് അപ്പുറത്തെ വയസ്സേക്കാളാ. ഇത് പിഞ്ച് പിഞ്ചാ. ഒഴിച്ചു കൊടുക്കും. മതി കുറച്ച് കഴുത്തൊക്കെ പൊക്കിയിട്ടുണ്ട്. പരിക്ക് പറ്റിയിട്ടില്ല കേട്ടോ, ഭാഗ്യം. ചൂട് പിടിച്ച് നല്ല കണ്ണടച്ച് കിടക്കണേ. വെള്ളം കൊടുത്ത് നോക്കിയിട്ട് തുള്ളി ഒഴുക്കി. CPR കൊടുക്കണോ? എന്തോ പറ്റിയിട്ട പാവം. അല്ല CPR കൊടുത്ത് നോക്കാനോ? ഇല്ല, ശ്വാസമൊക്കെ അപ്പൊ കുഴപ്പമില്ല. തുള്ളി മതി. ഗ്ലൂക്കോസ് ഉള്ള വെള്ളം കൊടുക്കായിരുന്നില്ലേ? വേണ്ട അതൊന്നും കൊടുക്കണ്ട. സാധാ വെള്ളം, നോർമൽ വെള്ളം എടുത്താ കണ്ണടച്ച് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങാണ്. നോക്കി കെലിയൻ ചേട്ടന് കൈമാറിയിട്ട് അതിനാ ജീവനുണ്ട്, ഒരു കുഴപ്പമില്ല. ഒരു നാട്ടുകാരന് ഇയാളൊന്ന് ദാസ് എന്നാണ് ഈ ചേട്ടൻ്റെ പേര്. അത് വീഴുമെന്നറിയില്ല. ചേട്ടൻ അവിടെ എവിടെയെങ്കിലും വെക്ക്, കാണാത്ത രീതിയിൽ. കാക്ക കാണരുതിട്ടാ. നോക്കട്ടെ കേട്ടാ. കറക്റ്റായിട്ട് എല്ലാവരും കൊണ്ട് അവൻ സുഖമായിട്ട് ഇവിടെ ഇരിക്കുന്നതാണ്. ടാറ്റാ.
ഞങ്ങളിവിടെ വന്നപ്പോൾ നല്ലൊരു കുളിക്കടവ് ഉണ്ട് കേട്ടോ. നല്ല ക്ഷീണമായിരുന്നു, വെയില് ഒക്കെ ഇട്ട് നല്ല ക്ഷീണം. ആ കിളീനെയും കിട്ടി, അതിനെ കൊണ്ട് രക്ഷിച്ച് പൊത്തിലിരുത്തി, മരപ്പൊത്തിൽ. അപ്പോൾ ലെനിൻ ചേട്ടൻ ഇറങ്ങര മടി, പിന്നെ നിർബന്ധിച്ച് കഴിഞ്ഞപ്പോഴത്തേനും ആളിറങ്ങി കേട്ടാ. അപ്പോൾ അതേ ശ്യാമാണെങ്കിൽ കിടന്ന് അറുമാദിക്കാനാണ് ഇവിടെ. അപ്പോൾ നമുക്ക് കുറച്ചു നേരം നീന്തി തുടിക്കാം. നല്ല സൂപ്പർ വെള്ളം കേട്ടോ, തെറിപ്പിക്കല്ലേ, ഫോൺ പോവും. ആഴമൊന്നുമില്ല, മൊത്തം ആകെ ഇത്ര ഉള്ള ആഴം കണ്ടില്ലേ. ആ നിലത്തേക്കണ ഒരു ധൈര്യത്തിൽ അങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങിയതാണ്. ആ ഇതുണ്ടോ നല്ല സൂപ്പർ വെള്ളം. കൃഷിയിലോട്ട് പോണതാണ് കേട്ടോ, ഈ കൃഷി സ്ഥലങ്ങളിലോട്ട് പോണ ഇതുണ്ടോ ആൽമരം നോക്കിക്കേ. അതിൻ്റെ കറക്റ്റ് ഞങ്ങൾ ആഗ്രഹിച്ചാണ് ഒരു ആലിൻ്റെ അടിയിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുത്താലോ, നല്ല ഓക്സിജൻ കിട്ടുമല്ലോ. അപ്പോൾ കറക്റ്റായിട്ട് ആൽമരം, അതുപോലെ വെള്ളം, ഇതെല്ലാം കിട്ടി. പേരാല്, ആ നല്ല വെള്ളം, കുടിക്കാൻ പറ്റിയതല്ല എന്നാലും നല്ല. അതേ സൈക്കിളോണെന്ന് വെച്ചേക്കണൊക്കെ നമ്മുടെ 2 എണ്ണം കൊണ്ടൊന്ന് ആലിൻ്റെ അവിടെ ചാരി. ശ്യാമിന് വെള്ളം കണ്ടിട്ടുണ്ടല്ലോ, ഭയങ്കര സന്തോഷം. ചേട്ടൻ അവിടെ റെഡി ആവണുണ്ട്. പെട്ടെന്ന് ആഴമില്ല ചേട്ടാ, അതല്ലേ സൂപ്പർ. ഇവിടെ ഇത്ര ഉള്ളു, ഇവിടെ ഇറങ്ങിക്ക് വെറുതെ വിൽക്കാല്ലോ. ഇവിടെ ബോഡി തണുപ്പിക്കാല്ല. നല്ല മണ്ണാണ്, ഇത്ര ഉള്ളു. ഒറ്റ പുള്ളി പറഞ്ഞ ചരലില്ലേ നമ്മുടെ അവിടെ. ആല് നോക്കിയേട്ടാ, ആല് തറയുടെ ഒഴുക്കണ്ടിട്ടാ. അതല്ലേ മനുഷ്യ ഇറങ്ങ്. ഇന്ന് ഇത് തമിഴ്നാട്ടിൽ ഇങ്ങനെ പറ്റുള്ളൂ കേട്ടോ, ശ്രീലങ്കയിൽ. ചേട്ടാ ഇറങ്ങി ചേട്ടാ, ഇത്രയും പൊക്കോ, ഇത്രയും താഴ്ചയുള്ളൂ. ഇറങ്ങാൻ പറയുന്നത്. അങ്ങനെ ലെനിൻ ചേട്ടനും ഇറങ്ങി. ചേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ സച്ചൻ ട്രാവൽസിൻ്റെ ബൈ ബൈ.